സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയുള്ള ആളാണോ നിങ്ങൾ? ഞാനും എപ്പോഴും പെർഫെക്റ്റായി അടുക്കള കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അടുക്കളയുടെ ഓർഗനൈസേഷൻ കുറച്ചും കൂടി എളുപ്പത്തിലാക്കി തന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ ആണെങ്കിലും നമ്മുടെ അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആവശ്യങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് അനാവശ്യ സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുന്നതല്ലേ. കൂടുതലായിട്ടും തീർന്ന കുപ്പികൾ, അതാണ് മെയിനായിട്ട് നമ്മുടെ അടുക്കളയിൽ കൂടുതൽ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പം ജാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ ആ കുപ്പി തീർന്നു കഴിയുമ്പോൾ വെറുതെ കഴുകി ആ കുപ്പി ആ അടുക്കളയിൽ തന്നെ വെക്കുന്ന ശീലം പൊതുവേ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും കണ്ടുവരുന്നതാണല്ലേ. പക്ഷെ ഇതിങ്ങനെ ഇരുന്ന് കുറേ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് കുപ്പി ഉണ്ടല്ലോ, ഇത് എന്ത് ചെയ്യും എന്നുള്ളത്. അതിനൊക്കെ പകരമായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റീയൂസ് ചെയ്യുക. അതല്ലാതെ തന്നെ നമ്മൾക്ക് ആവശ്യമില്ല ഇത് എടുത്ത് കളയാം എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഉപയോഗിച്ച ഉടനെ തന്നെ നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം കഴുകി വെക്കുക എന്നുള്ളത്. നമ്മൾ കിച്ചണിൽ കുക്കിങ്ങിനോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനോ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളിത് ഓരോ പാത്രങ്ങളും എടുത്ത് ഉപയോഗിച്ചിട്ട് അത് വാഷ് ബേസിനിലേക്ക് പതുക്കെ ഇങ്ങനെ ഇട്ടിട്ട് വെക്കാതെ ആ കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾക്ക് ആ ഒരു എടുത്ത പാത്രങ്ങളെല്ലാം തന്നെ വേഗം കഴുകി വെക്കാം. അപ്പോൾ തന്നെ ഒരുപാട് സിങ്കിൽ ഒത്തിരി പാത്രങ്ങൾ കുന്നുകൂടി നമ്മുടെ ജോലി ഭാരം കട്ടിയാവാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ചും കൂടി മടുപ്പില്ലാതെ പാത്രം കഴുകുന്ന ജോലിയാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് പല വ്യഞ്ജനങ്ങളും ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് കുപ്പിഭരണികളോ അല്ലെങ്കിൽ ജാറുകളോ ഉപയോഗിക്കുന്നതാണ് നമ്മൾക്കതെല്ലാം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം ആകുന്നത്. കാരണം നമ്മൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റാത്തൊരു ബോട്ടിലാണ് നമ്മൾ എടുത്ത് വെക്കുന്നതെങ്കിൽ നമ്മളിത് ലേബൽ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം വരും. അതെല്ലാം ഗ്ലാസ് ബോട്ടിലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കും ഇതിൽ എന്താണുള്ളത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് എടുത്ത് കൈകാര്യം ചെയ്യാനും അതുപോലെ നമ്മളുടെ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഒരുപാട് ആളുകൾക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കുപ്പി ഭരണികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക എന്നുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം പല ക്യാബിനറ്റുകളുള്ള ചെറിയൊരു പാത്രം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ അകത്ത് കുറച്ച് ഇട്ട് വെച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക് പാത്രം സ്ഥിരമായിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിച്ചാൽ ഈ ഒരു ചില്ല് പാത്രത്തിലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇരുന്നോളും. പാത്രങ്ങൾക്ക് അധികം കേടോ ഡാമേജോ ഒന്നും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും കൃത്യമായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മസാലപ്പൊടികളും എണ്ണകളും ഒക്കെ നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുത്ത് കൈകാര്യം ചെയ്യാനും കുക്കിംഗ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ കത്തി, സ്പൂണ് ഇതെല്ലാം തന്നെ ഒരു സ്റ്റാൻഡിലോ ഡ്രോയറിലോ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ ഇത് പല സ്ഥലത്തും നമ്മൾക്ക് അന്വേഷിച്ച് നടക്കാതെ തന്നെ എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ആവശ്യമുള്ള സമയത്ത് ആ ഒരു സ്പെസിഫിക് സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾക്കതെടുത്ത് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചായപ്പിടി പാത്രങ്ങൾ, അതുപോലെ ചെറിയ പാത്രങ്ങൾ നമ്മൾക്ക് എവിടെയെങ്കിലും അടുക്കളയിലോ കിച്ചൺ ഡോറിലൊക്കെ ഹാങ് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് നമ്മുടെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. പല സ്ഥലങ്ങളിലും ചെറിയ തവികൾ, സ്പൂണുകൾ, കത്തികൾ, ലൈറ്റർ ഇതൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ പല സ്ഥലത്തു നിന്ന് നമ്മളിത് തപ്പിയെടുക്കേണ്ടി വരും. ഇതല്ലാതെ തന്നെ ഇത് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരാളോട് പറയുമ്പോഴാണെങ്കിൽ ഇന്ന സ്ഥലത്ത് കത്തിയിരിക്കുന്നുണ്ട് എടുത്തോളൂ എന്ന് പറയാനും നമ്മൾക്കാണെങ്കിൽ ഓടിപ്പോയി എടുത്ത് ജോലികൾ എളുപ്പത്തിൽ തീർക്കാനും നമുക്കത് ഭയങ്കരമായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളുടെ കൗണ്ടർ ടോപ്പുകൾ കുക്കിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തിടുക എന്നുള്ളത്. നമ്മൾ എന്തൊരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെയും അതിൻ്റെ കൂടെ തന്നെ ഈ കൗണ്ടർ ടോപ്പും അടുപ്പും ഒക്കെ വൃത്തിയാക്കി പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അഴുക്ക് വരാതെയും എപ്പോഴും നല്ല വൃത്തിയുള്ള ഒരു അടുക്കള ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ഒരുപാട് അഴുക്കുകൾ കൗണ്ടർ ടോപ്പിൽ കുന്നുകൂടാതെ പെട്ടെന്ന് നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ സിങ്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചാൽ ചെറിയ പ്രാണികൾ വരാതെയും ദുർഗന്ധം വരാതെയൊക്കെ നല്ല നീറ്റായിട്ടും നമുക്ക് കിച്ചണിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ് എനർജി കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പൊതുവെ കേൾക്കുന്ന ചില കാര്യങ്ങളാണ് കിച്ചണിൽ സ്ഥലമില്ല എന്നുള്ളത്. കിച്ചണിൽ നമ്മൾക്ക് നല്ല വൃത്തിക്ക് സാധനങ്ങൾ ഉപയോഗിച്ച് വെക്കാനായിട്ട് സ്ഥലമില്ലാത്തവർക്ക് നമ്മുടെ ഭിത്തികളിലോ അല്ലെങ്കിൽ നമ്മളുടെ ഷെൽഫുകളുടെ ഡോറുകളിലോ ഒക്കെ ചെറിയ ഹാങ്ങറുകൾ ഉപയോഗിച്ച് നമുക്ക് തവികൾ, അതുപോലെ ചെറിയ പാനുകൾ, കട്ടിംഗ് ബോർഡ് ഇതെല്ലാം നമുക്ക് അവിടെ തൂക്കിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കാനും മിക്സിയോ അല്ലെങ്കിൽ ചെറിയ ഐറ്റംസോ മാത്രം അത്യാവശ്യം എടുക്കുന്നത് മാത്രം ആ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഒതുക്കി വെക്കാനായിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും.
അതുപോലെ മറ്റൊന്നാണ് ദിവസവും ആഴ്ചയിൽ ഒരിക്കലും തരം തിരിച്ച് നമ്മൾ ചെയ്യുന്ന ജോലികൾ. നമ്മളുടെ സ്റ്റൗ തുറക്കൽ, അതുപോലെ തന്നെ തറ അടിച്ച് വാരി തുടയ്ക്കൽ, സിങ്ക് കഴുകൽ, ഈ ഒരു ജോലികളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ക്യാബിനറ്റുകൾ, അതിൻ്റെ അകത്തുള്ള ഈ പാത്രങ്ങൾ ഒന്ന് തുടച്ച് വെക്കാനും അതിനടിയിലിട്ടിട്ടുള്ള നമ്മളിട്ടിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ അത് അഴുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാനും ഒക്കെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ജോലികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഓപ്പൺ ഷെൽഫുകൾ പരിമിതപ്പെടുത്തുക എന്നുള്ളത്. ഓപ്പൺ ഷെൽഫുകളിൽ നമ്മൾ സാധനങ്ങൾ വയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊടി പിടിക്കാനും അതുപോലെ തന്നെ നമ്മളത് എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാതെ ഒരു ക്ലോസ്ഡ് ഷെൽഫാണ് നമുക്കുള്ളതെങ്കിൽ ഒരുപാട് പൊടി പിടിക്കുന്നത് തടയാനും അതുപോലെ തന്നെ എപ്പോഴും നമ്മളത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ലാതാവാനും ഷെൽഫ് കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കാനും ഈ ഒരു ക്ലോസ്ഡ് ഷെൽഫ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ്. ഈ വേസ്റ്റിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു പാത്രവും അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റിനായിട്ട് സെപ്പറേറ്റ് ഒരു പാത്രവും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മൾക്ക് എല്ലാ ദിവസവും ഫുഡ് വേസ്റ്റ് എടുത്ത് ക്ലീൻ ചെയ്യും. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒത്തിരി കിച്ചണിൽ ജോലികളുള്ളവർക്കാണ് ദിവസവും പ്ലാസ്റ്റിക് കവറുകൾ മാറ്റേണ്ടി വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തിലോ ആഴ്ചയിൽ ഒരിക്കൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന സമയത്തോ നമ്മളിത് ക്ലീൻ ചെയ്താലും മതിയാകും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ മെയിനായിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ്. ഈ ഒരു കാര്യം നല്ല രീതിയിൽ നമ്മൾ നോക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു വൃത്തികേടൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു കിച്ചൺ, നല്ല സ്മെല്ലോട് കൂടിയുള്ളൊരു കിച്ചൺ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊന്നാണ് പാത്രങ്ങൾ കഴുകി നമ്മൾ അവിടെ ഇവിടെ വെക്കുന്നതിന് പകരമായിട്ട് വെള്ളം ഊർന്നു പോയിട്ട് വൃത്തിയായ ഒരു ഷെൽഫിൽ പാത്രങ്ങൾ അടക്കി പെറുക്കി വെക്കുക എന്ന് പറയുന്നത്. പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ അവിടെ ഇവിടെയും പാത്രങ്ങൾ കിടക്കുമ്പോൾ തന്നെ നമ്മളുടെ അടുക്കളയ്ക്ക് ഒരു വൃത്തിയില്ലാത്ത ഫീലാണ് നമുക്കുണ്ടാവുക. അതേസമയം കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിനിലോ ഈ ഒരു പാത്രങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചാൽ കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൃത്തി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഫ്ലോറുകളും അതുപോലെ കൗണ്ടർ ടോപ്പും കിച്ചണും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ കോട്ടൺ തുണികൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നല്ല ഫൈബർ ക്ലോത്തുകൾ ഉപയോഗിക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ അടുക്കള ക്ലീനായി കിട്ടും. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾക്ക് നല്ല വൃത്തിയുള്ള ഒരു അടുക്കള നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ വീടോ നല്ല ഭംഗിയുള്ള ലക്ഷൂറിയസ് പാത്രങ്ങളോ ഒന്നുമല്ല ഒരു അടുക്കളയുടെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ തന്നെ നമ്മുടെ വീട് നല്ല ഫ്രഷ് ആയിരിക്കാനും അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾക്ക് കയറുമ്പോൾ നല്ല എനർജിയോട് കൂടി ജോലി ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.